ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാധാരണക്കാർക്ക് പോലും അഫോർഡബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നോൺ സ്റ്റിക്കി അല്ലെങ്കിൽ ഒരു സൂപ്പർ ലൈറ്റ് ജെല്ലിനെ കുറിച്ചിട്ടാണ്. അപ്പം ജെല്ല് വേറെ ഒന്നുമല്ല, നമ്മുടെ പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ്. ഇതിന്റെ കൺസിസ്റ്റൻസ് ഇതിപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രീമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഭയങ്കര റിസൾട്ട് തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എൻ്റെ സ്കിന്ന് കുറച്ച് ഡ്രൈ സ്കിൻ പോലെയാണ് എൻ്റെ സ്കിൻ. അപ്പം ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ സ്കിന്ന് കുറച്ചും കൂടെ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് തുടങ്ങി. മാത്രമല്ല എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഭയങ്കര കുറയാനായിട്ട് തുടങ്ങി. അതുപോലെ എൻ്റെ ഓപ്പൺ പോഴ്സ് മിനിമൈസ് ആവാനായിട്ട് തുടങ്ങി. അങ്ങനെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യും. ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ് ഹൈലൂറോണിക് ആസിഡും വൈറ്റമിൻ ഇയും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഹൈലൂറോണിക് ആസിഡിനെ ഫോക്കസ് ചെയ്യാം. ഈ ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമെക്റ്റന്റ് ആണ്. ഈ ഹ്യൂമെക്റ്റന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടന്റിനെ നമ്മുടെ സ്കിന്നിലേക്ക് ലോക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെനിട്രേറ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് എന്ത് ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹൈലൂറോണിക് ആസിഡ് ഉള്ള ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഫീൽ ആവും നമ്മുടെ സ്കിന്ന് ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കും. അത് മാത്രമല്ല ഭയങ്കര സപ്പിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം എനിക്ക് പേഴ്സണലി ഉപയോഗിക്കുമ്പോഴും തോന്നുന്ന കാര്യമാണ് കേട്ടോ. എനിക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 4 hours എങ്കിലും എനിക്ക് എൻ്റെ സ്കിന്ന് ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇനി അടുത്ത കണ്ടന്റ് എന്താ പറയുന്നത് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മൾ ഡെയിലി സപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ സ്കിന്നിനായാലും ഹെയർ ഗ്രോത്തിനായാലും ഒക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. ഇനി ഇതില് ഈ ഇൻഗ്രീഡിയന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു 2-3 ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിലൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഡൈമത്തിക്കോൺ. ഈ ഡൈമത്തിക്കോൺ എന്ന് പറയുന്നത് ഒരു സിലിക്കൺ ബേസ്ഡ് ജെല്ലാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരു ബാരിയർ ആയിട്ട് വാട്ടർ കണ്ടന്റിനെ ഇത് സ്കിന്നിൽ ലോക്ക് ചെയ്ത് വെക്കും. അതിനാണ് ഡൈമത്തിക്കോൺ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ എന്ന് പറയുന്നതും ഒരു ഹ്യൂമെക്റ്റന്റ് ആണ്. എന്ത് ചെയ്യുന്നു, അതായത് അന്തരീക്ഷത്തിലുള്ള വാട്ടർ കണ്ടന്റിനെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യിക്കുന്നു. അത് തന്നെയാണ് ഗ്ലിസറിന്റെ. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഒരു കണ്ടന്റ് നയാസിനമൈഡ്. ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആലിയ ഭട്ടിന്റെ നയാസിനമൈഡ്. ഈ നയാസിനമൈഡ് നമ്മുടെ സ്കിന്നിന് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ റെഡ്നെസ്സിൽ നിന്നും റാഷസിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ്. മാത്രമല്ല നയസിനമൈഡ് എന്ന് പറയുന്നത് വൈറ്റമിൻ B3-നെയാണ് നമ്മൾ നയസിനമൈഡ് എന്ന് പറയുന്നത്. അപ്പം നയസിനമൈഡ് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് സ്പോട്ട്സ് ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ എന്ത് സംഭവിക്കും, നമ്മുടെ പോഴ്സ് മിനിമൈസ് ചെയ്യുന്നത് അതൊക്കെ ഈ നയസിനമൈഡ് ഇതിനകത്ത് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു മെയിൻ കീ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് സംസാരിച്ചു. ഇനി ഈ പ്രൊഡക്റ്റ് ഞാൻ സെൻസിറ്റീവ് സ്കിൻകാർക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്താണെങ്കിൽ ഇപ്പൊ നമ്മൾ ഏത് സെൻസിറ്റീവ് സ്കിൻകാരുടെ കാര്യമല്ല കേട്ടോ, ഞാനിപ്പോ പൊതുവെ പറയാണ്. ഇപ്പൊ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ ഒരു പാച്ച് ടെസ്റ്റ് എന്തായാലും നമ്മൾ ചെയ്യണം. കാരണം പലർക്കും പല സ്കിന്നാണ്, പലർക്കും പല കോമ്പൗണ്ട് അലർജി ഉണ്ടായിരിക്കാം, പലർക്കും പല രീതിയിലായിരിക്കാം. അപ്പം ഇത് എനിക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്നൊന്നുമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാനായിട്ട്. ഇനി കാര്യത്തിലോട്ട് വരാം. സെൻസിറ്റീവ് സ്കിൻകാർ ഇത് ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ്, അതായത് ഫിനോക്സി എഥനോൾ. ഇത് പൊതുവേ ഈ ക്രീമിൽ ഉപയോഗിക്കുന്നത് ഇതിൽ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് വരാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിസർവേറ്റീവ് ആണ് ഫിനോക്സി എഥനോൾ എന്ന് പറയുന്നത്. അപ്പം ഇത് ഉള്ള നിലയ്ക്ക് ഈ സെൻസിറ്റീവ് സ്കിൻകാർ ഈ ക്രീം ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അവർക്ക് ചിലപ്പോൾ അലർജിക് റിയാക്ഷൻസ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ റാഷ് ആവാം, റെഡ്നെസ് ആവാം, അല്ലെങ്കിൽ ഇച്ചിങ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാം. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് സെൻസിറ്റീവ് സ്കിൻകാർക്ക് ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. ബാക്കി ഇപ്പൊ നോർമൽ ആണെങ്കിലും കോമ്പിനേഷൻ സ്കിൻകാർക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇനി സെൻസിറ്റീവ് സ്കിൻകാരോട് എനിക്ക് പ്രത്യേകം എടുത്ത് പറയാറുള്ളത്, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ഫിനോക്സി ഇതിനോടുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് മേടിക്കാതിരിക്കുക. അത് വേറെ ഒന്നും കൊണ്ടല്ല, സ്റ്റഡീസ് ഞാൻ തമാശ പറയുന്നതല്ല, അല്ലെങ്കിൽ ഈ സ്റ്റഡീസ് പറയുന്നത് ഈ ഫിനോക്സി ഇതിനോടുള്ള പ്രൊഡക്റ്റ് സെൻസിറ്റീവ് സ്കിൻകാർ ഉപയോഗിക്കുമ്പോൾ അവരിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത്. അപ്പം എല്ലാവരും ഏത് പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ജസ്റ്റ് ഇത് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതുള്ളൂ. ഇനി ഇതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിന്റെ വില എന്ന് പറയുന്നത് വെറും
120 രൂപയേ ഉള്ളൂ. 120 രൂപയ്ക്ക് നമുക്കൊരു 50 ml ഇത് കിട്ടും. അപ്പം എനിക്ക് തോന്നുന്നത് സാധാരണക്കാർക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നല്ല പ്രൊഡക്റ്റ് ആണ്. അതായത് ഇത്രയും ചെറിയൊരു എമൗണ്ടിൽ ഇത്രയും അധികം കോമ്പൗണ്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആണ്. ഓക്കെ.